അപ്പോൾ ഇത് ഫോഴ്സ് എക്സർട്ട് ബൈ ജെറ്റ് ഓൺ എ ഹിഞ്ച്ഡ് പ്ലേറ്റ് ആണ്. ഹിഞ്ച്ഡ് പ്ലേറ്റ് ഞാൻ കഴിഞ്ഞ ഇതിൽ പറഞ്ഞത് മാതിരി നമുക്കിങ്ങനെ ഒരു പ്ലേറ്റ് ഹിഞ്ച്ഡ് ടു എ പർട്ടിക്കുലർ പോയിൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ ജെറ്റ് വന്ന് ഇടിക്കുമ്പോൾ ഇത് എന്ത് ചെയ്യും, ഇങ്ങനെ ഫുൾ റൊട്ടേറ്റ് ചെയ്യണമെന്നില്ല, ജസ്റ്റ് ഒരു പർട്ടിക്കുലർ ഡിസ്പ്ലേസ്മെൻറ്റ്, ഒരു ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യമേ പറയാം, ഇത് ജസ്റ്റ് ഇക്വേഷൻ മാത്രം പഠിക്കേണ്ട കാര്യമുള്ളൂ, അതിൽ കൂടുതൽ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നിൽക്കണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് നിങ്ങൾക്ക് തോന്നും അയ്യോ ഇത് ഭയങ്കര സംഭവം, ഇത് പഠിക്കാനൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് തോന്നും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യത്തില്ല. ഇത് ജസ്റ്റ് ആവശ്യമുള്ള കാര്യം മാത്രം പറഞ്ഞിട്ട് ഞാൻ ഇപ്പോഴും പറയുന്നു എന്തുവാണ് നമുക്ക് വേണ്ടത്, ഇതാണ് നമ്മുടെ ഏറ്റവും നല്ലപോലെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട സാധനം. പ്ലേറ്റ് കർവ്ഡ് മൂവിങ് ആയിട്ടുള്ള കണ്ടീഷനിലുള്ള ഇമ്പാക്റ്റ് ഓഫ് ജെറ്റാണ്. അപ്പോൾ ഹിഞ്ച്ഡ് വരുമ്പോഴത്തേക്ക് മിക്കപ്പോഴും ഹിഞ്ച്ഡ് ചോദിക്കാറുണ്ട്, കൊള്ളാവുന്ന ഒരു സാധനമാണ്, ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഹിഞ്ച്ഡ് പ്ലേറ്റ് ഇങ്ങനെ ഇരിക്കുന്ന പ്ലേറ്റ് ഇവിടെ ജെറ്റ് വന്നിരിക്കുമ്പോഴത്തേക്ക് ഈ പ്ലേറ്റ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാറുന്നുണ്ട്, ഈ ഒരു കണ്ടീഷനിലേക്ക് വരും. ഞാൻ കുറേ സാധനങ്ങളൊക്കെ അവിടെ ഇവിടേക്ക് മാറി. ഇതിൻ്റെ ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് ആണ് ഈ പ്ലേറ്റിൻ്റെ. അപ്പോൾ ഇവിടെ കണ്ടീഷൻ ഇതാണ്, ഈ പ്ലേറ്റ് ഇങ്ങനെ നിൽക്കുന്നു, എ എന്ന് പറയുന്ന പോയിന്റിലായിരിക്കും വന്ന് ഇരിക്കുന്നത്. അപ്പോൾ തീറ്റ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുന്നു. അപ്പോൾ ആ വെലോസിറ്റിയുടെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ വി എന്ന് പറയുന്നത് വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഇതാണ്. വെലോസിറ്റി ഇങ്ങനെ ഇങ്ങ് വരുവാണ്. അപ്പോൾ ഇത് എ എന്ന് പറയുന്ന ഈ പോയിൻ്റാണ്. ഇത് ഇങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എ എന്ന് പറയുന്ന എ ഡാഷ് എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഡിസ്പ്ലേസ് ചെയ്യപ്പെടും ഒരു കർവ്ഡ് പാത്തിൽ. അപ്പോൾ കറക്റ്റ് ഈ പോയിന്റ് തന്നെ ഇവിടെ കിട്ടത്തില്ല, ഇതിങ്ങനെ കർവ്ഡായിട്ടല്ലേ നിൽക്കുന്നത്, ഇതിങ്ങനെ കർവ്ഡായിട്ട്. അപ്പോൾ ഇതിന് താഴെയായിട്ടൊരു ബി എന്ന് പറയുന്നൊരു പോയിന്റ് ഉണ്ട്. ആ ബിയിൽ ആക്ട് ചെയ്യുന്ന നോർമൽ ഫോഴ്സ്, ആ നോർമൽ ഫോഴ്സാണ് ഞാൻ എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ വേറെ ഒന്നും വേണ്ട, ഈ നോർമൽ ഫോഴ്സ് മാത്രം കണ്ടുപിടിച്ചത്. നോർമൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലേറ്റിന് നോർമലായിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. അപ്പോൾ ആ ഫോഴ്സ് കണ്ടുപിടിക്കണം, FN എന്ന് പറയുന്ന സാധനം കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ വിയുടെ വെലോസിറ്റിയുടെ കമ്പോണൻറ്റ് വേണം അല്ലേ. വെലോസിറ്റിയുടെ കമ്പോണൻറ്റിന് ഞാൻ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക, ഇത് തീറ്റയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിക്കുന്നതെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഞാനിതിനെ ഒന്ന് ഘടിപ്പിച്ച് വരയ്ക്കാം, കണ്ടിന്യൂസ് ലൈനാക്കി വരയ്ക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതൊരു ട്രയാങ്കിൾ ആയിട്ടില്ലേ, ഇത് തീറ്റ, ഇത് 90 ആയിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും, 90 - തീറ്റ ആയിരിക്കും ഇതിലൂടെ. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് എല്ലാം കൂടെ കുഴപ്പിക്കുകയല്ല, ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണെന്ന് ആലോചിക്കുക, 90 - തീറ്റ. അപ്പോൾ നമുക്ക് ഈ വിനെ ഈ FN-ലേക്ക് എന്ത് ചെയ്യണം, വിനെ FN-ലേക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ. അപ്പോൾ വി എന്ന് പറയുന്നത് ഈ ഒരു കമ്പോണൻറ്റുമായിട്ട് മേക്ക് ചെയ്യുന്നത് 90 - തീറ്റയാണ്. അപ്പം ഇതിനെ നമ്മൾ എന്തിലേക്ക് കൊണ്ടുവരുവാണ്, ഈ ഒരു ഇതിലേക്ക് കൊണ്ടുവരുവാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഇത് കോസ് കമ്പോണൻറ്റും ഇതെന്തുമായിരിക്കും, സൈൻ കമ്പോണൻറ്റും. അപ്പോൾ ഈ ഡയറക്ഷന് ഇതിന് എലോങ് ആയിട്ടുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് വി യുടെ എന്ത് കമ്പോണൻ്റാണ്, സൈൻ കമ്പോണൻ്റാണ്. വി ഇൻറ്റു സൈൻ എന്താണ്, 90 - തീറ്റയാണെന്ന് വെക്കാം. അതായത് ഇത് 90 - തീറ്റ ആയതുകൊണ്ട് വിക്ക് 2 കമ്പോണൻറ്റ്സ്, ഒരു വെർട്ടിക്കൽ ഹോറിസോണ്ടൽ എന്ന് പറയുന്ന പോലെ 2 മ്യൂച്വലി പെർപെൻഡിക്കുലർ കമ്പോണൻറ്റ്സ്. അപ്പോൾ ഈ ഒരു കമ്പോണൻറ്റ് കോസ് കമ്പോണൻറ്റും അത് തീറ്റ അതിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. ഇതെന്തുമായിരിക്കും, സൈൻ കമ്പോണൻറ്റും ആയിരിക്കും. അത് വീണ്ടും പറഞ്ഞു തരേണ്ട കാര്യമല്ലോ. അപ്പോൾ വി സൈൻ 90 - തീറ്റ നമുക്കറിയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്, അപ്പോൾ ഈ ഒരു ഡയറക്ഷനിൽ പിന്നെ എന്തില്ല, വെലോസിറ്റി ഇല്ല. നമ്മുടെ ഇക്വേഷൻ എന്താണ്, FN. അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ എഴുതാം, അങ്ങനെയൊക്കെ എഴുതിയൊക്കെ വെക്കാം. FN ഈസ് ഈക്വൽ ടു ഇത്രയേ ഉള്ളൂ. FN ഈസ് ഈക്വൽ ടു നമ്മൾ എന്തുവാണ്, FN ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും, റോ എ വി സ്ക്വയർ ഇൻറ്റു റോ എ വി ഇൻറ്റു എന്താണ്, ഇനിഷ്യൽ വെലോസിറ്റി മൈനസ് നമ്മളെന്തെന്ന് പറയും, ഫൈനൽ വെലോസിറ്റി എന്ന് പറയും. അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി ഫൈനൽ വെലോസിറ്റി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ട പരിപാടി മാത്രമല്ലേ നമുക്കുള്ളൂ. അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി ഫൈനൽ വെലോസിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് പറയണം, റോ എ വി ഇൻറ്റു ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലേ, വി ഇൻറ്റു സൈൻ 90. വി ഇൻറ്റു സൈൻ 90നെ നമുക്ക് എന്തെന്ന് കൊടുക്കാൻ പറ്റും, കോസ് 90 ഡിഗ്രി എന്ന് കൊടുത്തൂടെ, അതിന് നമ്മളെന്ന് പറയാം കോസ് 90 എന്ന് പറയും. മൈനസ് ഫൈനൽ വെലോസിറ്റി, ഈ ഡയറക്ഷനിൽ വെലോസിറ്റി ഒന്നുമില്ല, അതുകൊണ്ട് ഈക്വൽ ടു 0. അപ്പോൾ അത് FN ഈസ് ഈക്വൽ ടു നമ്മൾ നേരത്തെ വീഡിയോ പറഞ്ഞതിൻ്റെ ബാക്കി റോ എ വി സ്ക്വയർ സൈൻ 90 എന്ന് സൈൻ തീറ്റ, ഓക്കെ, വി സ്ക്വയർ ഇൻറ്റു എന്ത് വരും, കോസ് തീറ്റ എന്ന് വരും. അതായത് ഈ ഒരു ഡയറക്ഷൻ സൈൻ 90 - തീറ്റയ്ക്ക് നമ്മൾ എന്തെന്ന് കൊടുത്തു, വി സൈൻ 90 - തീറ്റ ഈസ് ഈക്വൽ ടു എന്താണ്, വി കോസ് തീറ്റയാണ്. ആ സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടെ കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പോൾ പിന്നെ അത് കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടതായിരിക്കും. അപ്പോൾ ഇതാണ് FN എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഒരു കാര്യം ആലോചിക്കേണ്ടത്, തീറ്റ എന്ന് പറയുന്നത് നമ്മുടെ FN എന്ന് പറയുന്ന സാധനം, നമ്മുടെ ഫ്ലാറ്റ് പ്ലേറ്റ്, അതായത് നമ്മുടെ ഹിഞ്ച്ഡ് പ്ലേറ്റ് ഡയറക്ഷൻ ഓഫ് അല്ലെങ്കിൽ ജെറ്റിൻ്റെ ഡയറക്ഷനോ അല്ലെങ്കിൽ ജെറ്റുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളല്ല. ഈ തീറ്റ എന്ന് പറയുന്നത് ഇവിടെ എടുത്തിരിക്കുന്നത് ഇതിന് എത്രത്തോളം ആംഗിൾ ഓഫ് സ്വിങ് എത്രയാണെന്നുള്ളതാണ്. അതായത് ഇവിടെ ഇരുന്ന് പ്ലേറ്റ് ഇങ്ങോട്ടേക്ക് സ്വിങ് ചെയ്തു, ആ സ്വിങ് ചെയ്ത ആംഗിളാണ് അവിടെ നമ്മൾ എന്തെന്ന് പറഞ്ഞെടുത്തത്, തീറ്റ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിലെ പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോളണം, ഹിയർ തീറ്റ ഈസ് ഈക്വൽ ടു, അപ്പോൾ ലെറ്റ് തീറ്റ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുന്നത് എന്താണ്,
ആംഗിൾ ഓഫ് സ്വിങ് എന്ന് നമ്മൾ പറയും. ആംഗിൾ ഓഫ് സ്വിങ് എന്ന് പറയും. ആംഗിൾ ഓഫ് സ്വിങ് എബൌട്ട് എന്തെന്ന് പറയും? ദ ഹിഞ്ച് എന്ന് പറയും. അപ്പോൾ ആംഗിൾ ഓഫ് സ്വിങ് എബൌട്ട് ദ ഹിഞ്ചാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞ് തീറ്റ എന്ന് പറഞ്ഞ് എടുത്താൽ എഫ് എൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ റോ എ വി സ്ക്വയർ ഇൻറ്റു കോസ് തീറ്റ. അതേസമയം ഈ ഒരു ആംഗിൾ തരാം. അപ്പോൾ നമ്മൾ 90 മൈനസ് തീറ്റയാണ് നമ്മുടെ എന്ത് ആംഗിൾ എന്ന് ആലോചിച്ചോളുക. ഈ ഡയറക്ഷൻ ഓഫ് ജെറ്റും നമ്മുടെ ഫ്ലാറ്റ് പ്ലേറ്റും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 മൈനസ് തീറ്റ ആയിട്ട് എടുത്തോളണം. അതായത് ആംഗിൾ ബിറ്റ്വീൻ ദ ഡയറക്ഷൻ ഓഫ് എന്താണ്? ബിറ്റ്വീൻ ദ ഡയറക്ഷൻ ഓഫ് എന്താണ്? ജെറ്റ് ആൻഡ് പ്ലേറ്റ് എന്ന് പറയുന്നത് 90 മൈനസ് തീറ്റ ആയിരിക്കും എന്നുള്ളത് ആലോചിച്ചോളുക. അപ്പോൾ നമുക്ക് ആംഗിൾ ബിറ്റ്വീൻ ഡയറക്ഷൻ ഓഫ് ജെറ്റ് ആൻഡ് പ്ലേറ്റ് തന്നിരുന്നാൽ വി ഹാവ് ടു ഫൈൻഡ് തീറ്റ. തീറ്റ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ആ 90ൽ നിന്ന് ആ ആംഗിൾ മൈനസ് ചെയ്യേണ്ടി വരും അല്ലേ? തീറ്റ ഇങ്ങനെ പുറത്തും ഇതൊക്കെ പുറത്തും. ഓക്കെ, അപ്പോൾ ആ ഒരു ആംഗിൾ കണ്ടുപിടിച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്? അത് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അത് ആലോചിച്ചോളണം. അപ്പോൾ തീറ്റ എന്ന് പറയുന്ന സാധനത്തിൽ അവിടെ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ഒരു ട്വിസ്റ്റ് വരും. ഇനി നമ്മളൊരു കാര്യമുണ്ട്. ഇനി നമുക്ക് ഈ വെയിറ്റ് ഉണ്ടല്ലോ, അവിടെ എ എന്ന് പറയുന്ന പോയിന്റിൽ നമ്മൾ ഡബ്ല്യു ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇതിന് ഈ തീറ്റ കണ്ടുപിടിക്കാൻ വേറൊരു ഇക്വേഷൻ കൂടെ ഉപയോഗിക്കുക. അതായത് രണ്ടിൻ്റെ മൊമെൻറ്റ് ഓഫ് എഫ് എൻ. കാര്യം ഇത് എന്ത് ചെയ്യാണ്? ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമല്ലേ. അപ്പം ഒരു പർട്ടിക്കുലർ പോയിന്റ് വരെ റൊട്ടേറ്റ് ചെയ്താൽ അവിടെ അങ്ങനെ നിൽക്കുവാണ്. അതങ്ങനെ തന്നെ നിന്നോളൂ. അത് ഇക്വിലിബ്രിയത്തിലായി. അപ്പോൾ ആ ഇക്വിലിബ്രിയത്തിലാകുമ്പോൾ നെറ്റ് മൊമെൻറ്റ് 0 ആയിരിക്കും. അപ്പോൾ നെറ്റ് മൊമെൻറ്റ് എടുത്തിട്ട് നമുക്ക് ഈ ഒരു തീറ്റയ്ക്ക് വേറൊരു ഇക്വേഷനും കൂടെ ഇൻ ടേംസ് ഓഫ് വെയിറ്റ് ഓഫ് ദിസ് എന്തുവാണ് ഫ്ലാറ്റ് പ്ലേറ്റിൻ്റെ ടേംസിൽ പറയാൻ പറ്റും. അത് ഞാനിവിടെ ജസ്റ്റ് എഴുതിയിടുന്നേ ഉള്ളൂ. സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു നമുക്കെന്ത് പറയുന്ന റോ എ വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡബ്ല്യു. ഞാൻ അതും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും അയ്യോ തീർന്നെന്ന് വിചാരിക്കും. കാര്യം ഇതൊന്നും വലിയ കാര്യമുള്ള കാര്യങ്ങളല്ല. നമ്മളിത് അവസാനം വേണമെങ്കിൽ ഇത് നമ്മൾ മെയിൻ ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്തതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ജസ്റ്റ് ഒന്നുകൂടെ പറയാം ഇതെങ്ങനെയാണ് വന്നതെന്നുള്ളത്. ഓക്കെ, വേറെ പ്രശ്നമൊന്നുമില്ല, ചെയ്യാൻ എളുപ്പമാണ്. എഫ് എൻ വിത്ത് റെസ്പെക്റ്റ് ഓ നമ്മൾ മൊമെൻ്റ് എഴുതും, ഡബ്ല്യു വിത്ത് റെസ്പെക്റ്റ് ഓ മൊമെൻ്റ് എഴുതും. എഫ് എൻ ഇൻറ്റു ഇ ഡിസ്റ്റൻസ് ആയിരിക്കും മൊമെൻ്റ് എന്ന് പറയുന്നത്. പിന്നെ ഡബ്ല്യു ഇൻറ്റു ഇ ഡിസ്റ്റൻസ് ആയിരിക്കും മൊമെൻ്റ് എന്ന് പറയുന്നത്. രണ്ട് മൊമെൻറ്റും കൂടെ ഇക്വേറ്റ് ചെയ്യും. ബിക്കോസ് എന്താണ് ടോട്ടൽ മൊമെൻ്റ് എന്ന് പറയുന്നത് 0 ആയതുകൊണ്ട് ഈക്വൽ ഓപ്പോസിറ്റ് ആയി പോകണം. മൊമെൻറ്റും കൂടെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു റോ എ വി സ്ക്വയർ ബൈ ഡബ്ല്യു. ഇപ്പോൾ ഇത് ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചേക്കുക. കാര്യം ഞാൻ അധികം കോംപ്ലിക്കേറ്റഡ് ആക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത്രയേ ഉള്ളൂ സംഭവം. പക്ഷേ ഇത് ഒരുപാട് കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ ഈ നമ്മൾ ഈ എക്സ് എന്ന് പറയുന്ന വാല്യൂ ഒക്കെ നമ്മൾ മറ്റേ മൊമെൻറ്റിൻ്റെ ഇക്വേഷനൊക്കെ എടുക്കുമ്പോഴത്തേക്ക് അങ്ങ് ഇതായി പോകും. നമ്മൾ ഈ എക്സ് എച്ച് ഒക്കെ കിടക്കുന്നില്ലേ, അത് നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളല്ല. പക്ഷേ ഞാൻ ഈ ഒരു പേജ് ഇവിടെ തന്നെ ഇട്ടേക്കുവാണ്. അത് ഞാൻ ഈ കംപ്ലീറ്റ് ഇത് എഴുതാതെ ഇട്ടേക്കുവാണ്. കാര്യം ഇനി നമുക്ക് ഈ ഒരു ഇക്വേഷൻ്റെ ഡെറിവേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, അത് കമൻറ്റ് ചെയ്താലും മതി. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയും, ഞാനിവിടെ അത് ചെയ്തിട്ട് അതൊരു വീഡിയോ ആയിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ പ്ലേലിസ്റ്റിൽ ഇതിൻ്റെ തൊട്ടടുത്തേക്ക് വരുന്ന രീതിയിൽ തന്നെ അത് എന്ത് ചെയ്തേക്കാം, അപ്ഡേറ്റ് ചെയ്തിട്ടേക്കാം. പക്ഷേ ആവശ്യമില്ല, ഇപ്പം നമ്മൾ അപ്പോൾ അവസാന എക്സാമിൻ്റെ സമയത്ത് അത് പറഞ്ഞാൽ മതി, ഇപ്പോൾ അത് പറയണ്ട എന്നാണ് എൻ്റെ ഒരു ഇത്. കാര്യം നമുക്ക് മെയിനായിട്ട് ഇമ്പാക്റ്റ് ഓഫ് ജെറ്റ് നമുക്ക് എന്ത് വേണം, ഞാൻ വീണ്ടും പറയുന്നു, നമ്മുടെ എന്താണ് പ്ലേറ്റ് കർവ്ഡ് മൂവിങ് കണ്ടീഷനിലാണ് നമുക്ക് വേണ്ടത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറഞ്ഞതിന് ശേഷം നമുക്കതിൽ എന്തിലേക്ക് പോകാം, അതിൻ്റെ പ്രോബ്ലത്തിലേക്ക്. അപ്പോൾ ഇത് നമുക്ക് അറിയാമെന്നുള്ളതുകൊണ്ട് നമുക്ക് ഇത് വെച്ചിട്ട് ഒരു പ്രോബ്ലം ചെയ്തതിന് ശേഷം നമുക്ക് എന്തിലേക്ക് പോകാം. അപ്പോൾ നോക്കിയോ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ ജെറ്റ് ഓഫ് വാട്ടർ ഓഫ് 2.5 സെൻറ്റിമീറ്റർ ജെറ്റ് ഓഫ് വാട്ടർ ഡയമീറ്റർ മൂവ്സ് വിത്ത് മൂവിങ് വിത്ത് എ വെലോസിറ്റി ഓഫ് 10 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ നമുക്ക് ജെറ്റ് ഓഫ് വാട്ടർ തന്നിട്ടുണ്ട്, അതിൻ്റെ ഡയമീറ്റർ 2.5 ആണ്, അത് വെലോസിറ്റി മൂവ് ചെയ്യുന്നത് 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. സ്ട്രൈക്സ് എ ഹിഞ്ച്ഡ് സ്ക്വയർ പ്ലേറ്റ്, ഹിഞ്ച്ഡ് ആയിട്ടുള്ള ഒരു സ്ക്വയർ പ്ലേറ്റിലാണ് അത് സ്ട്രൈക്ക് ചെയ്യുന്നത്. മീൻസ് ഒരു സ്ക്വയർ പ്ലേറ്റ് ഉണ്ടാവും, അതായത് ഇതേപോലെ സ്ക്വയർ പ്ലേറ്റ്, ഇത് ഹിഞ്ച്ഡ് ആണ്, അതിൽ വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നു. ഓഫ് വെയ്റ്റ് ഇത്രയും. അപ്പം നമുക്കിപ്പം ഡയമീറ്റർ ഓഫ് ജെറ്റ് എന്ന് പറയുന്ന സെൻറ്റിമീറ്റർ ആണെന്ന് എടുക്കാം. വെലോസിറ്റി ഓഫ് ജെറ്റ് ക്യാപിറ്റൽ ലെറ്റർ വി ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത് അല്ലേ. വെലോസിറ്റി ഓഫ് ജെറ്റ് വി എന്ന് പറയുന്നത് 10 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് എടുക്കാം. ഹിഞ്ച്ഡ് സ്ക്വയർ പ്ലേറ്റ് ഓഫ് വെയിറ്റ്, അതായത് ക്യാപിറ്റൽ ലെറ്റർ ഡബ്ല്യു, ആ ഹിഞ്ച്ഡ് സ്ക്വയർ പ്ലേറ്റിൻ്റെ വെയിറ്റ് ഡബ്ല്യു, ക്യാപിറ്റൽ ലെറ്റർ ഡബ്ല്യു എന്ന് പറഞ്ഞെടുത്തു. 98.1 ന്യൂട്ടൺ എന്ന് പറഞ്ഞെടുത്തു. അറ്റ് ദ സെൻറ്റർ ഓഫ് ദി പ്ലേറ്റ് ആൻഡ് ദ പ്ലേറ്റ് ഈസ് ഓഫ് യൂണിഫോം തിക്നെസ് ആണ്. ഫൈൻഡ് ദ ആംഗിൾ ത്രൂ വിച്ച് ദ പ്ലേറ്റ് വിൽ സ്വിങ്, ദാറ്റ് മീൻസ് സ്വിങ്ങിങ് ആംഗിൾ ആണ് കണ്ടുപിടിക്കുന്നത്. വി ആർ ടു ഫൈൻഡ് തീറ്റ.
അപ്പോൾ നമ്മൾ നേരത്തെ വീഡിയോ നോക്കിയാൽ എത്ര ആംഗിൾ അത് സ്വിങ് ചെയ്തു എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. സോ തീറ്റയാണ് നമ്മൾ ആംഗിൾ ഓഫ് സ്വിങ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. ആംഗിൾ ഓഫ് സ്വിങ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കിപ്പം ഇവിടെ ഇങ്ങനെ ഒരു എന്തുണ്ടായിരുന്നു, ഫ്ലാറ്റ് പ്ലേറ്റ്, ഒരു ഹിഞ്ച്ഡ് പ്ലേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഹിഞ്ച്ഡ് ആയിട്ട് വെച്ചേക്കുമായിരുന്നു ആ പ്ലേറ്റ്. ആ ഹിഞ്ച്ഡ് ആയിട്ടുള്ള പ്ലേറ്റിലാണ് നമ്മുടെ എന്ത് വന്നത്, ജെറ്റ് ഓഫ് വാട്ടർ വന്ന് ഹിറ്റ് ചെയ്തത്. അപ്പോഴത്തേക്ക് ആ ഹിഞ്ച്ഡ് പ്ലേറ്റ് എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്ക് എന്തായി, ആംഗിൾ സ്വിങ് ചെയ്യപ്പെട്ടു. ദാറ്റ് മീൻസ് ഇത് ഇത്രയും ആംഗിൾ സ്വിങ് ചെയ്തു. ദാറ്റ് മീൻസ് ഇത് സ്വിങ്ങിങ് ആംഗിൾ എന്ന് പറഞ്ഞാൽ തീറ്റയാണ്. അപ്പോൾ ഇങ്ങനെ ഇമ്പാക്റ്റ് സംഭവിച്ചതെന്ന് പറയുന്നത് ഒരു നോസിൽ നിന്ന് വരുന്ന ജെറ്റ് കൊണ്ടാണ്. അപ്പോൾ ജെറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, അത് ഇവിടെ വന്ന് ഹിറ്റ് ചെയ്ത് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ടഡ് ആയി അങ്ങ് പോയി. അപ്പോൾ ഈ ഒരു സാധനത്തിൽ നമുക്ക് ജെറ്റിൻ്റെ കണ്ടീഷൻ വരച്ച് നോസിൽ വരച്ച് കഴിഞ്ഞാൽ നോസിൽ ഇവിടെ ഉണ്ട്. ഇവിടെ ഈ നോസിലിൻ്റെ ഔട്ട്പുട്ടിൽ നിന്നാണ് നമുക്ക് ജെറ്റിൻ്റെ എന്ത് കിട്ടിയത്, ജെറ്റ് വന്നത്. അപ്പോൾ ഈ ജെറ്റിന് ഒരു വെലോസിറ്റി ഉണ്ടായിരുന്നു. ഇറ്റ് ഈസ് ഹാവിങ് എ പർട്ടിക്കുലർ വെലോസിറ്റി ഇൻ ദിസ് ഡയറക്ഷൻ വിച്ച് ഈസ് ആക്ച്വലി ഈക്വൽ ടു v, ആൻഡ് we have to find the angle of swing, that is theta. First of all, we know the equation for finding the normal force acting on the എന്താണ് ഫ്ലാറ്റ് പ്ലേറ്റ്. ഈ ഫ്ലാറ്റ് പ്ലേറ്റിൽ ആക്ട് ചെയ്യുന്ന നോർമൽ ഫോഴ്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എനിക്കറിയാം. ആ ഇക്വേഷൻ അറിയാമെന്നുള്ളത് കാര്യം എന്ന് പറയുന്നത് FN ഈസ് ഈക്വൽ ടു, നമ്മുടെ ഇക്വേഷൻ എന്താണ്, FN ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് ഇക്വേഷൻ, റോ എ വി സ്ക്വയർ ഇൻറ്റു കോസ് തീറ്റയാണ് ഇക്വേഷൻ. ദാറ്റ് ഈസ് FN ഈസ് ഈക്വൽ ടു റോ എ വി സ്ക്വയർ ഇൻറ്റു കോസ് തീറ്റ. ഇക്വേഷൻ ആവശ്യം വരുമെന്നുള്ളത് പിന്നെ കാര്യം. പിന്നെ ഇവിടെ ഒന്നുകിൽ FN അറിയാമെങ്കിൽ തീറ്റ കണ്ടുപിടിക്കാം. രണ്ടാമത്തെ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു, ഈ ഒരു ഇക്വേഷൻ കണ്ടോ, സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു, റോ എ വി സ്ക്വയർ ഇൻറ്റു റോ എ വി സ്ക്വയർ ഡിവൈഡഡ് ബൈ എന്താണ് W എന്ന് പറയുന്നതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഈ ഇതിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ പറ്റുമോ, ഇത് വാട്ടർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. വാട്ടറിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് നമുക്ക് പറയേണ്ട കാര്യമില്ല. FM പഠിക്കുമ്പോഴത്തേക്ക് ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് നമുക്കറിയാം. FM പഠിക്കുമ്പോഴല്ലേ എന്തുവായി 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്, മാസ് ബൈ വോളിയം മീറ്റർ ക്യൂബാണെന്ന് എനിക്കറിയാം. അപ്പം റോ എന്ന് പറയുന്നത് നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, 1000 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത ഇത് ഏരിയ എന്ന് ഡയമീറ്റർ അല്ലേ, ഡയമീറ്റർ D ആയിട്ടല്ലേ അടിക്കുന്നത്. അപ്പം ഇനി അടുത്ത വേണ്ടത് ഏരിയയാണ്. അപ്പോൾ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് A ഈസ് ഈക്വൽ ടു π/4 എന്തെന്ന് വരും, D സ്ക്വയർ എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു π/4 ഇൻറ്റു വാട്ട് ഈസ് D സ്ക്വയർ. D എന്ന് പറയുന്നത് 2.5 സെൻറ്റിമീറ്റർ ആണ്. അത് മീറ്ററിലേക്ക് മാറുമ്പം 2.5 ഇൻറ്റു 10⁻⁻2 വരും അല്ലേ. ഇത് ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഏരിയയുടെ വാല്യൂ എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു 0.0049 എന്നാണ് ടെസ്റ്റിൽ കിടക്കുന്നത്. നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ ഏരിയയുടെ വാല്യൂ നമുക്ക് കിട്ടി. അപ്പോൾ ആ ഏരിയയുടെ വാല്യൂ എനിക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. 0.0049 ഇൻറ്റു വാട്ട് ഈസ് വി സ്ക്വയർ. വി എന്ന് പറഞ്ഞാൽ 10 എന്ന് തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് 10ൻ്റെ സ്ക്വയർ ഡിവൈഡ് ബൈ വാട്ട് ഈസ് വെയിറ്റ് ഈസ് ഈക്വൽ ടു 998.1. ദെയർഫോർ ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആൻസർ കിട്ടും. ആൻസർ എന്ന് പറയുന്നത് 0.499 എന്നാണ് ടെസ്റ്റ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി, 0.499 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ തീറ്റ കണ്ടുപിടിക്കാൻ വേണ്ടി സൈൻ ഇൻവേഴ്സ് ഓഫ് നമ്മൾ എന്ത് ചെയ്ത് കൊടുത്താൽ മതി, 0.499 ചെയ്താൽ മതി. അപ്പോൾ അത് ചെയ്യുമ്പോഴത്തേക്ക് വാല്യൂ എന്ന് പറയുന്നത് 29.96 ഡിഗ്രി ആയിരിക്കും കിട്ടുന്നത്. ഇനി തീറ്റ ഉണ്ടെങ്കിൽ വി ക്യാൻ സിംപ്ലി ഫൈൻഡ് ദിസ്. FN കണ്ടുപിടിക്കുക. FN നമുക്ക് ചോദിച്ചിട്ടില്ലെങ്കിൽ കൂടി FN കണ്ടുപിടിക്കുക. അതിനുവേണ്ടി ഞാനൊരു പുതിയൊരു ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല. FNൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ റോ എന്ന് പറയുന്നത് 1000 ആണ്. ഏരിയ എന്ന് പറയുന്നത് 0.0049 ആണ്. ഇൻറ്റു വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10ൻ്റെ സ്ക്വയർ ആണ്. ഇൻറ്റു കോസ് തീറ്റ. കോസ് എന്ന് പറയുന്നത് കോസ് 29.96. അപ്പോൾ പ്രോബ്ലം അധികം ഞാനിതിൽ ഡിസ്കസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നില്ല. ഞാൻ ഈ ഒരു പ്രോബ്ലം കൊണ്ട് നിർത്തുവാണ്. അപ്പോൾ പല രീതിയിൽ നമുക്ക് പ്രോബ്ലംസ് ചോദിക്കാൻ, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തന്നിട്ട് ഏതെങ്കിലുമൊക്കെ മിസ്. ഈ രണ്ട് ഇക്വേഷൻ വെച്ചിട്ടുള്ള പരിപാടികളാണ്. തീറ്റയുടെ വാല്യൂ കൂടെ ആലോചിച്ചിരിക്കുക. അത്രയും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ടോപ്പിക്ക് നമ്മളിവിടെ ക്ലോസ് ചെയ്യാണ്. ജസ്റ്റ് നമ്മൾ ഇനി അടുത്തതിൽ നമ്മൾ ഇമ്പാക്റ്റ് ഓഫ് ജെറ്റ് ഓൺ എ മൂവിങ് കർവ്ഡ് പ്ലേറ്റ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതാണ് നമ്മുടെ എല്ലാത്തിനും വേണ്ട അടിസ്ഥാനം എന്ന് പറയുന്ന ആ ഒരു സാധനമാണ്. അത് എത്രയോ നല്ലോണം നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നു, അത്രയോ നല്ലോണം നിങ്ങൾക്ക് ബാക്കിയുള്ള ഈ ഹൈഡ്രോളിക് മെഷീൻസിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എളുപ്പമായിരിക്കും.